ആളുകളും കംപ്ലൈന്റ് പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് സ്കൂളിൽ അല്ലെങ്കിൽ എനിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ ഒരുപാട് മുടി ഉണ്ടായിരുന്നു, എൻ്റെ മുടിക്ക് നല്ല ഉള്ളുണ്ടായിരുന്നു എന്നൊക്കെ. എന്നാൽ ഇപ്പം അത് മുഴുവൻ പോയി എന്ന് പറയുന്നത് കേൾക്കാം അല്ലേ? ഇതിന് കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് മുടിക്ക് പണ്ടത്തെ പോലെ അത്ര ഉള്ളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ വരുത്തേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളതും നോക്കാം. ഏതൊരു കാര്യവും വളരണം എന്നുണ്ടെങ്കിൽ നമുക്കതിന് വളം കൊടുക്കണം അല്ലേ? പ്രത്യേകിച്ച് ചെടികളുടെ കാര്യത്തിലൊക്കെ വളം കൊടുത്താൽ മാത്രമേ അത് വളരുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ മുടിയുടെ കാര്യവും. നമ്മൾ ഉള്ളിൽ നിന്ന് വളം കൊടുക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. പ്രോട്ടീനും അയണും ഫൈബറും ധാരാളമായി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായി നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെയും അത് സ്വാധീനിക്കും. മിക്കവരും ഫുഡ് കുറയ്ക്കുക, വെയിറ്റ് ബാലൻസിന്റെ പേരിൽ ഡയറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള വൈറ്റമിൻസും അതുപോലെ തന്നെ പ്രോട്ടീനും കുറച്ച് ഉള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ പലർക്കും മുടി കൊഴിച്ചിലും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡയറ്റൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നമ്മുടെ മുടിയുടെ ആരോഗ്യവും നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യവും ഒക്കെ കറക്റ്റ് ആകുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളാണോ കഴിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. മുടിക്ക് നല്ല രീതിയിലുള്ള പ്രോട്ടീൻ കൊടുക്കുക, ഫൈബർ കൊടുക്കുക, ആവശ്യമായ വൈറ്റമിൻസും മിനറൽസും ഒക്കെ കിട്ടുക തുടങ്ങിയതൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം കഴിക്കാനായിട്ട്. മാത്രമല്ല നെല്ലിക്ക നമ്മൾ കഴിക്കുന്നതും നെല്ലിക്ക ജ്യൂസാക്കി കുടിക്കുന്നതും ഒക്കെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ചില ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നത്, അതായത് നമുക്ക് ഈ മാർക്കറ്റിൽ കിട്ടുന്ന ഹെയർ ഓയിലൊന്നും അല്ല കേട്ടോ, നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന നല്ല ഹെയർ ഓയിലുകൾ ഉണ്ടല്ലോ, അതായത് ഈ കറ്റാർവാഴയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ചില ആളുകൾ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല എണ്ണ കാച്ചി എടുക്കാറുണ്ട്. അത്തരത്തിലുള്ള എണ്ണകൾ ചില ആളുകൾക്കൊക്കെ നല്ലതാണ്. അത്തരത്തിലുള്ള എണ്ണകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയറിന് അനുയോജ്യമായ എണ്ണകളൊക്കെ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നല്ല രീതിയിൽ ഹെയർ മസാജ് ചെയ്ത് കൊടുക്കുന്നതും ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നതും ഒക്കെ നമ്മുടെ മുടിയൊക്കെ നല്ല കൂടി വളരാനായിട്ട് സഹായിക്കുന്നുണ്ട്. എണ്ണ തേച്ചത് കൊണ്ട് മാത്രം മുടി വളരും എന്നല്ല ഉദ്ദേശിച്ചത്. എണ്ണ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്യുന്നത് മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വെള്ളം മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് വെള്ളം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസും പോഷകങ്ങളും ഒക്കെ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളവും കുടിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. നമ്മുടെ ശരീരം ഡ്രൈ ആയിട്ടായിരിക്കുന്നെങ്കിൽ അത് നമ്മുടെ മുടിയെയും ഒരുപാട് ബാധിക്കും. അപ്പോൾ നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. അത് മുടി വളർച്ചയെ ഒരുപാട് സ്വാധീനിക്കുന്ന കാര്യമാണ്. ചുരുങ്ങിയത് 3 ലിറ്റർ വെള്ളമെങ്കിലും ഒരാൾ കുടിക്കേണ്ടതാണ്. അപ്പോൾ 3 ലിറ്റർ വെള്ളം ഓരോരുത്തരുടെ അളവിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്ര വെള്ളം വേണോ അത്രയും കുടിക്കുക. രാവിലെ എഴുന്നേൽക്കുന്ന വഴി വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതും വളരെ നല്ലതാണ്. കണ്ടിന്യൂസ് ആയിട്ട് കെമിക്കൽ ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ കൂട്ടുകയുള്ളൂ. പല ആളുകളും ഇപ്പോൾ പല കെമിക്കൽ ട്രീറ്റ്മെന്റുകളും ഒരുപാട് എടുക്കാറുണ്ട്. പ്രത്യേകിച്ച് അടുപ്പിച്ച് മുടി വളരുന്നതിനനുസരിച്ചിട്ട് പോയിട്ട് സ്മൂത്തനിങ് ചെയ്യുക, ഹെയർ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുക, ദിവസവും ഹെയർ ഡ്രയർ യൂസ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഡെയിലി നമ്മൾ ഈ കാര്യം അല്ലെന്നുണ്ടെങ്കിൽ മുടി വളരുന്നതിനനുസരിച്ച് തന്നെ സ്മൂത്തനിങ് ഒക്കെ ഒരു 3 മാസത്തിനുള്ളിൽ പോയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മുടി കൊഴിച്ചിലേക്ക് തന്നെ ലീഡാവും എന്ന് മാത്രമല്ല ഉള്ള മുടി മുഴുവൻ പോകാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുക്കുമ്പോൾ കൃത്യമായ ഇടവേളകളിലാണോ എടുക്കുന്നത്? ഇത് എടുത്തതിന് ശേഷം കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ്, അതായത് നമ്മുടെ മുടി പോകാതിരിക്കാനുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ദിവസവും സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുന്നില്ല, അതുപോലെ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതും ഒക്കെ ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. ഇതൊക്കെ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. മാസത്തിലൊരിക്കൽ ഹെയറിൽ ഒരു നല്ല മാസ്കോ അല്ലെന്നുണ്ടെങ്കിൽ നല്ല ഒരു പാക്കോ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മാസ്കിന്റെയും പാക്കിന്റെയും കാര്യമല്ല, നമ്മുടെ വീടിന് ചുറ്റുവട്ടമുള്ള ഓരോ ഇൻഗ്രീഡിയൻസ്. ചില ആളുകൾക്ക് ഉലുവ തലയിൽ അരച്ചിടുന്നത് കൊണ്ട് ഗുണം ഉണ്ടാവാറുണ്ട്, ചില ആളുകൾക്ക് ഉഴുന്ന് തലയിൽ അരച്ചിടുന്നതുകൊണ്ട് ഗുണം ഉണ്ടാവാറുണ്ട്, ചില ആളുകൾക്ക് താളി ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കും ഗുണം ഉണ്ടാവുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് ഓരോരോ സാധനങ്ങളായിരിക്കും, അതായത് എല്ലാവർക്കും ഒരേപോലെ വർക്കൗട്ട് ആവുന്ന ഒരെണ്ണം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോന്ന് യൂസ് ചെയ്യുമ്പോഴായിരിക്കും നല്ല റിസൾട്ട് ഉണ്ടാവുന്നത്. സോ നിങ്ങളുടെ ഹെയറിൽ എന്ത് യൂസ് ചെയ്യുമ്പോഴാണോ നല്ല റിസൾട്ട് ഉണ്ടാവുന്നത് അത് മാസത്തിൽ ഒരിക്കലോ മാസത്തിൽ 2 തവണയൊക്കെ യൂസ് ചെയ്യുക. ഈ ചെമ്പരത്തി താളിയൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊക്കെ തലയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ സാധാരണ ഷാംപൂവിനേക്കാൾ ഒരുപാട് ബെറ്റർ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മുടിയിൽ ഒരുപാട് ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പഴയ ആ ഉള്ളുള്ള മുടി തിരികെ കിട്ടും. അപ്പോൾ ഇക്കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ്, നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.